ആദിയെ തന്റെ മകനായി സ്വീകരിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇഷിത. മഹേഷിനോട് തന്റെ തീരുമാനം അറിയിച്ച് അവരിരുവരും വീട്ടിലേക്ക് തിരിക്കുന്നു. എന്നാൽ പിന്നെ ഇഷിതയ്ക്കായി എന്തെങ്കിലും സ്പെഷ്യലായി ഉണ്ടാക്കി കൊടുക്കാമെന്ന് മഹേഷ് തീരുമാനിക്കുന്നു. ഇഷിതയ്ക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ചോദിക്കാൻ മഹേഷ് പ്രിയാമണിയുടെ അടുത്തെത്തുന്നു. അങ്ങനെ അപ്പത്തിന്റെയും തക്കാളി റോസ്റ്റിന്റെയും റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കി മഹേഷ് നേരെ അടുക്കളയിലേക്ക് പോകുന്നു. ഇനി ഏത് വിധേനയും ഇഷിതയെ ഇംപ്രസ് ചെയ്യാനുള്ള പെടാപ്പാടിലാണ് മഹേഷ്. അതിനായി അപ്പവും തക്കാളി റോസ്റ്റും സ്വാദോടെ ഉണ്ടാക്കി കൊടുക്കാനുള്ള മൽപ്പിടുത്തത്തിലാണ് അവൻ. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് മാവിട്ട് ചുറ്റിച്ച് അപ്പം ഉണ്ടാക്കുകയും ഒപ്പം യൂട്യൂബ് നോക്കി തക്കാളി റോസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യാൻ മഹേഷ് തീരുമാനിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്പം കരിഞ്ഞും പോയി, തക്കാളി റോസ്റ്റ് തക്കാളി കറിയായും പോയി. അതും വായിലേക്ക് വെക്കാൻ പറ്റാത്ത തരത്തിൽ. പിന്നെ ഒന്നും നോക്കിയില്ല, ഹോട്ടലിൽ നിന്ന് ഉടനെ അപ്പവും തക്കാളി റോസ്റ്റും ഓർഡർ ചെയ്ത് താനാണ് ഉണ്ടാക്കിയതെന്ന് അങ്ങോട്ട് തള്ളി മറിക്കാമെന്ന് മഹേഷ് ഉറപ്പിച്ചു. അങ്ങനെ ഭക്ഷണം എത്തി, എല്ലാവരും കഴിക്കാൻ വന്നിരുന്നു. എന്നാൽ അതിന് തൊട്ടു മുൻപ് ഇഷിത പുറത്തെ വേസ്റ്റ് ബിന്നിൽ അപ്പവും തക്കാളി റോസ്റ്റും ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത ബില്ല് കണ്ടിരുന്നു. അതെടുത്ത് അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. മഹേഷിന്റെ പെർഫോമൻസ് എല്ലാം കണ്ട ശേഷം നൈസായി ആരും കാണാതെ ആ ബില്ല് അങ്ങോട്ട് എടുത്ത് കാണിച്ചു. അപ്പോഴത്തെ മഹേഷിന്റെ ആ മുഖത്തെ ചമ്മൽ കാണണമായിരുന്നു. പണി നൈസായി പാളി എന്ന് തിരിച്ചറിഞ്ഞ മഹേഷ് ഇക്കാര്യം എല്ലാവരെയും അറിയിച്ച് നാറ്റിക്കരുതെന്ന് ഇഷിതയോട് പറഞ്ഞു. വെറുതെ മഹേഷിനെ നാണം കെടുത്തണ്ടെന്ന് കരുതി ഇഷിത അതാരോടും പറഞ്ഞില്ല. അതേസമയം മഹേഷിന്റെ അനിയനാണ് വിനോദ് മാളിയേക്കൽ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മന്ത്രിയും ആകാശും. വിനോദിനെ വിളിച്ചു വരുത്തി സത്യം അവന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവർ. വിനോദ്